ജാസ്മിൻ മൊത്തത്തിൽ തകർന്ന അവസ്ഥയിലാണിപ്പോൾ. ജാസ്മിനെ എന്ത് ചെയ്യണം, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റുന്നത്, എന്താണെന്നൊന്നും അറിയാത്ത അവസ്ഥയാണെന്നാണ് ജാസ്മിൻ പ്രകടിപ്പിക്കുന്നത്. സത്യത്തിൽ അതും ജാസ്മിൻ്റെ ഗെയിമാണോ എന്ന് പ്രേക്ഷകർക്ക് സംശയം തോന്നുന്നതിൽ യാതൊരു തെറ്റും പറയാനായിട്ട് സാധിക്കില്ല. ഇന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ കൺഫെഷൻ റൂമിൽ വെച്ചിട്ട്. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഡോക്ടറെ കാണണം, എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ എനിക്ക് കാണേണ്ടത് അത്യാവശ്യമാണ്, ഞാൻ മെൻ്റലി ഭയങ്കര ഡൗൺ ആണ്, എനിക്കറിയില്ല പുറത്ത് എന്താണ് നടക്കുന്നതെന്ന്. പുറത്തുനിന്ന് വന്നവർ പറഞ്ഞ പല കാര്യങ്ങളും എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ അവരുടെ ഗെയിം ആയിരിക്കാം, പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്, എനിക്കത് വളരെയധികം ബാധിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, വീട്ടുകാർക്ക് പോലും എന്നോട് താല്പര്യമില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. വീട്ടുകാർ പോലും എനിക്ക് ഡ്രസ്സുകൾ അയക്കുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് പൊട്ടി കരയാൻ പോലും കഴിയാത്തൊരു അവസ്ഥയിലാണ്. കരയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എനിക്കതിന് സാധിക്കുന്നില്ല എന്നെല്ലാം അവിടെ ജാസ്മിൻ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്. സത്യത്തിൽ ജാസ്മിൻ തകർന്നൊരവസ്ഥയാണോ അതോ ഇതും ജാസ്മിൻ്റെ ഗെയിമാണോ എന്നാണ് നമുക്ക് കാണുന്നവർക്ക് ഒരു സംശയം തോന്നുന്നത്. പക്ഷേ ജാസ്മിനെ പുറത്തുള്ള കാര്യങ്ങൾ സായി വന്ന് പറഞ്ഞതിന് ശേഷം ജാസ്മിൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ട്. ഇത്രയ്ക്ക് നെഗറ്റിവിറ്റി ജാസ്മിൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രയ്ക്കും നെഗറ്റീവ് ആവും എന്ന് ജാസ്മിൻ കരുതിയില്ല. ഒരു വിഭാഗം ആൾക്കാർ എതിർക്കുമ്പോഴും മറുവിഭാഗം തൻ്റെ കൂടെ ഉണ്ടാകും എന്നാണ് ജാസ്മിൻ അവിടെ കരുതിയിരുന്നത്. പക്ഷേ പുറത്തേക്ക് ഇത്രയ്ക്കും നെഗറ്റീവാണ്, തൻ്റെ ജീവിതം തന്നെ താറുമാറായിരിക്കുകയാണ്, ഭാവി വരൻ ഉപേക്ഷിച്ച മട്ടിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സായി അവിടെ പറഞ്ഞതിന് ശേഷം അവിടെ സ്വന്തം ജീവിതം തന്നെ ഇല്ലാതായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ജാസ്മിൻ അവിടെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ കയ്യിലിരിക്കുന്നതും പോയതും കിട്ടോ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ പോയൊരവസ്ഥയാണുള്ളത്. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ തള്ളി പറഞ്ഞതെങ്കിൽ ഇവിടും കിട്ടില്ല അതും കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ജാസ്മിൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ജാസ്മിനെ തന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനാണുള്ളത്. അതുകൊണ്ടാണ് ജാസ്മിൻ അവിടെ ബിഗ് ബോസിൻ്റെ അടുത്ത് എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞത്. അതിനുശേഷവും ജാസ്മിൻ ഭയങ്കര ഡൗൺ ആയിരുന്നു ഇന്നത്തെ